ഒരു പ്രൊഫഷണൽ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു യുവാവായിരുന്നു. 25 വയസ്സുള്ള ഒരു യുവാവായിരുന്നു ജിനു. എല്ലാ ദിവസവും അദ്ദേഹത്തിന്റെ ജോലിക്ക് പോകുമായിരുന്നു. ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ അദ്ദേഹം തന്റെ ജോലിയിൽ വളരെയധികം ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. അതായത് കൊളീഗ്സിൽ നിന്നുള്ള സമ്മർദ്ദം, സീനിയേഴ്സിൽ നിന്നുള്ള സമ്മർദ്ദം. മെയിനായിട്ട് ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ജോലിയെ കുറിച്ച് വ്യക്തമായ ധാരണയില്ലായിരുന്നു. അദ്ദേഹം എഡ്യൂക്കേറ്റഡ് ആയിരുന്നു, പക്ഷെ അദ്ദേഹത്തിന് ജോലിയെ കുറിച്ചുള്ള വ്യക്തമായ ധാരണകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ മറ്റുള്ളവര് അദ്ദേഹത്തിൽ ഉണ്ടാക്കുന്ന പ്രഷറുകള്, അല്ലെങ്കിൽ ഒരു കാര്യം ഒരാളോട് ചെന്ന് ചോദിച്ചു കഴിയുമ്പോൾ അത് പറഞ്ഞു കൊടുക്കുന്ന ചില അവസ്ഥകൾ, അദ്ദേഹത്തെ തരം താഴ്ത്തിക്കൊണ്ട് അത് പറഞ്ഞു കൊടുക്കുന്ന അവസ്ഥകൾ, അങ്ങനെ പല രീതിയിലുള്ള സ്ട്രെസ്സിലൂടെ അദ്ദേഹം കടന്നുപോയി. അങ്ങനെ അദ്ദേഹം എന്തൊക്കെ വന്നിട്ടും ജോലി വിടാതെ തന്നെ അദ്ദേഹം പിടിച്ചു നിന്നുകൊണ്ട് അദ്ദേഹം ഈ ജോലിയിൽ പതുക്കെ സെൽഫ് വർക്ക് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഒരു കോമ്പിറ്റന്റ് പ്രൊഫഷണൽ ആയിട്ട് 2 വർഷം കൊണ്ട് വളർന്നു. ഇന്ന് അദ്ദേഹം ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയി ആയി അദ്ദേഹത്തിന്റെ ജോലികളെല്ലാം തന്നെ കൃത്യമായിട്ട് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ ഇടയ്ക്കാണ് മാനേജർ ഒരു ടൂറ് പോകുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നത്. അങ്ങനെ എല്ലാവരെയും കൊണ്ട് ഒരു ടൂറ് ഊട്ടിയിലേക്ക് അവർ പ്ലാൻ ചെയ്യുകയും ആ ടൂറിന് എല്ലാവരും കൂടി പോവുകയും ഊട്ടിയിൽ ഒരു ഗാർഡൻ അവർ സന്ദർശിക്കുകയാണ്. അവിടെ ഒരു ഫ്ലവർ ജിനു കാണുകയും ആ ഒരു ഫ്ലവറിലേക്ക് കുറെ നേരം അദ്ദേഹം നോക്കി നിന്ന് ഒരു എക്സ്റ്റസിൽ അല്ലെങ്കിൽ ഒരു അതർ വേൾഡിൽ എന്ന പോലെ അദ്ദേഹം അതിനെ കുറെ നേരം നോക്കി നിൽക്കുകയാണ്. ഈ പൂവിനെ നോക്കി നിൽക്കുന്ന ജിനു മനസ്സിലാക്കുകയാണ്, എന്റെ ജീവിതം എന്ന് പറയുന്നത് ഈ ഒരു ജോലി മാത്രമല്ല, മറ്റെന്തൊക്കെയോ ഞാൻ ആസ്വദിക്കേണ്ടിയിരിക്കുന്നു എന്റെ ജീവിതത്തിൽ. ഈ ജോലി മൂലം ഞാനൊക്കെ എന്റെ ജീവിതത്തിൽ വളരെ ഡെവലപ്പായി, പക്ഷെ എനിക്ക് ആസ്വദിക്കേണ്ട കാര്യങ്ങൾ എനിക്ക് ആസ്വദിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടോ? ഈ ഡെയിലി കോൺഫ്ലിക്റ്റും കോമ്പറ്റീഷനും ഒക്കെ എന്റെ ഉള്ളിൽ നടക്കുന്നത് മാത്രമല്ലാതെ ഈ ജീവിതത്തിൽ മറ്റു ചില കാര്യങ്ങൾ എനിക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ പൂവിൽ നോക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് അത് മനസ്സിലായത്. എല്ലാവർക്കും ഇൻസ്പയർഡ് സോഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്ന വിഷയം എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് ഒരു ഹാപ്പി മാൻ ആയിട്ട് മാറാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഒരു മൊമെന്റിനെ ആസ്വദിക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ള വിഷയത്തെ കുറിച്ചാണ്. നമ്മുടെ ഈ ജിനുവിന്റെ സ്റ്റോറിയിൽ തന്നെ നമുക്ക് എടുത്തു നോക്കാം. ജിനുവിന് തന്റെ ജീവിതത്തിന്റെ ഒരു മൊമെന്റിനെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഊട്ടിയിലേക്ക് പോയി ഒരു പൂ കാണേണ്ടിയിരുന്നു എന്നുള്ളതാണ്. അവിടെ വെച്ചാണ് അദ്ദേഹത്തിന്റെ ജോലിയിൽ അദ്ദേഹം എത്രത്തോളം ഐഡന്റിഫിക്കേഷൻ സംഭവിക്കുകയും ആ ജോലിയിൽ എത്രത്തോളം മെക്കാനിക്കലായി അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആയി എന്നുള്ള റിയാലിറ്റി അദ്ദേഹം മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പല വിധത്തിലുള്ള സ്ട്രെസ്സുകളിലൂടെ ഒക്കെ കടന്നു പോകുന്ന ആളുകളാണ് നമ്മളെല്ലാവരും തന്നെ. അപ്പൊ എന്താണ് സ്ട്രെസ് കോസ് ചെയ്യുന്നത്? ഈ സ്ട്രെസ് കോസ് ചെയ്യുന്നത് നമ്മുടെ മെമ്മറീസ് തന്നെയാണ്. എന്താണ് ഈ മെമ്മറീസ്? ഓക്കെ, നമ്മുടെ എവരിഡേ ലൈഫിൽ നമ്മൾ ചില മെമ്മറീസിനോട് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്ക് മറ്റുള്ളവർ ചെയ്തു വെച്ച ചില കാര്യങ്ങൾ, ചില ട്രോമകൾ, ചില പാസ്റ്റ് എക്സ്പീരിയൻസുകൾ, അവര് നമ്മളെ പെയിൻ ചെയ്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്കുണ്ടായ സന്തോഷങ്ങൾ, അതിന്റെ എല്ലാം ചില മെമ്മറീസിനോട് നമ്മൾ എവരിഡേ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ചു നേരത്തേക്ക് നമ്മുടെ കണ്ണുകളെ ഒന്ന് അടച്ചു നോക്കാം. ഓക്കെ, ജസ്റ്റ് 2 or 3 seconds, ജസ്റ്റ് ക്ലോസ് അവർ ഐസ്. ഓക്കെ, എന്താണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്? ഉടനെ തന്നെ ചിലപ്പോൾ കടന്നു വരുന്നത് നാളെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള വർക്ക്, അല്ലെങ്കിൽ അടുത്ത നിമിഷം ചെയ്യേണ്ടിയിരിക്കുന്ന ഒരു പ്രൊജക്ട്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. എന്തുകൊണ്ടാണ് ഇത് തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്? കാരണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചില ഐഡിയാസ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതാണ് ജീവിതം എന്നുള്ള ഒരു സ്ക്രിപ്റ്റ് നമ്മൾ ഓൾറെഡി ഫോം ചെയ്ത് വെച്ചു. ഈ സ്ക്രിപ്റ്റ് നമുക്ക് വരുന്നത് പാസ്റ്റ് മെമ്മറീസിൽ നിന്നും അതോടൊപ്പം തന്നെ സൊസൈറ്റിയുടെ ഇൻഫ്ലുവൻസും വഴിയാണ്. ഒരു വലിയൊരു പ്രൊഫഷണൽ ആയിട്ട് മാറുക, അല്ലെങ്കിൽ ഒരു എന്താ പറയാ റെസ്പോൺസിബിലിറ്റി എല്ലാം കൃത്യസമയത്ത് തീർത്ത് നല്ലൊരു വ്യക്തിയായി മാറുക, അങ്ങനെ ആരും കുറ്റം പറയാത്ത രീതിയിൽ ഒരു തക്കതായ ഒരു സെൽഫ് എസ്റ്റീം ഉള്ള ഒരു വ്യക്തിയായിട്ട് മാറുക. അങ്ങനെ പല രീതിയിലുള്ള ഐഡിയാസ് നമ്മളെ കുറിച്ച് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഐഡിയാസിൽ എന്തെങ്കിലും രീതിയിൽ കോട്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രസ്ട്രേഷനും കോൺഫ്ലിക്റ്റിലേക്കും അത് നമ്മളെ
നയിക്കുന്നു എന്നുള്ളതാണ്. അത് നമുക്ക് സംഭവിക്കുന്നതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നമുക്ക് ഈ പാസ്റ്റ് മെമ്മറീസ് ഉള്ളത് കൊണ്ടാണ്. നമ്മുടെ പാസ്റ്റ് മെമ്മറീസ് നമ്മളെ എപ്പോഴും ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുകയും ഈ പാസ്റ്റ് മെമ്മറീസ് നമ്മളെ ഒരു പ്രസന്റിൽ വർക്ക് ചെയ്യുന്ന ആളാക്കി മാറ്റുകയും അങ്ങനെ ഇത് വർക്ക് ചെയ്ത് ഈ സ്ട്രെസ്സിനെ ഓവർകം ചെയ്യുന്നതാണ് നമ്മുടെ ഫ്യൂച്ചർ എന്നുള്ള ഒരു ധാരണ ഓൾറെഡി നമ്മുടെ മൈൻഡിൽ ഇംപ്രിന്റഡ് ആയിട്ടുണ്ട്. അതനുസരിച്ച് നമ്മുടെ ലൈഫിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മളിവിടെ ചെയ്യുന്നത് എന്ന് പറയുന്നത് ജസ്റ്റ് വി ആർ ട്രൈയിങ് ടു കട്ട് ദ പാസ്റ്റ് എക്സ്പീരിയൻസസ്, ഇൻ ദ സെൻസ് വി ആർ ഗോയിങ് ടു കട്ട് ദ പാസ്റ്റ് മെമ്മറീസ്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ പാസ്റ്റ് മെമ്മറീസിനെ ഇറാഡിക്കേറ്റ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും? ഇപ്പൊ ന്യൂറോ സയന്റിസ്റ്റുകളൊക്കെ അവരുടെ ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ട് എങ്ങനെ ബ്രെയിനിൽ നിന്ന് ഈ പാസ്റ്റ് മെമ്മറീസിനെ റിമൂവ് ചെയ്യുന്ന രീതിയിലുള്ള സർജറീസ് നടത്താമെന്നൊക്കെ ഉള്ള ചില റിസർച്ചേഴ്സ് ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പറയുന്ന അതിനെ കുറിച്ചൊന്നുമല്ല, അതൊക്കെ നമുക്ക് ഫിസിക്കലി ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. അതല്ലാതെ നമുക്ക് സൈക്കോളജിക്കലി എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഈ പാസ്റ്റ് മെമ്മറീസിനെ നമ്മളിൽ നിന്ന് എടുത്തു കളയാനായിട്ട് സൈക്കോളജിക്കലി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ആക്ച്വലി വി ആർ നോട്ട് ദ പ്രൊഡക്റ്റ് ഓഫ് ദ പാസ്റ്റ്, ബട്ട് വി ആർ ട്രൈയിങ് ടു മേക്ക് അവർ സെൽസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ പാസ്റ്റ്. ഇപ്പൊ നിങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ എന്റെ മുന്നിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരു ഇവിടെ എന്താണ് കാണാനായിട്ട് സാധിക്കുക? ഒരു വിൻഡോ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു വിൻഡോനെ എനിക്ക് എത്രത്തോളം ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്? ഇതിന്റെ ആ ഒരു അന്തസത്തയെ ഉൾക്കൊണ്ടുകൊണ്ട് ഇതിന്റെ ഒരു എസൻസ് മനസ്സിലാക്കി എനിക്ക് എത്രത്തോളം ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്? ചിലപ്പോൾ ഈ വിൻഡോയിൽ നോക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ചിന്തിക്കുന്നത് എനിക്ക് ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യണം, അത് കഴിഞ്ഞ് വേറെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ ഒരു ചിന്തയായിരിക്കും ഓൾറെഡി എന്റെ മനസ്സിലേക്ക് വരുന്നത്. ബിക്കോസ് ഓൾറെഡി ഐ എം ഹോണ്ടഡ് ബൈ ദ പാസ്റ്റ്. അപ്പൊ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ഒരു പാസ്റ്റ് മെമ്മറി നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. സോ വി ആർ നോട്ട് ഏബിൾ ടു ഫോക്കസ് ഓർ കോൺസെൻട്രേറ്റ് ഓൺ ദ പ്രസന്റ് മൊമെന്റ്. സോ ദ വിൻഡോ ഹാസ് ഗോട്ട് എ ബ്യൂട്ടി. ഇപ്പൊ നമ്മളൊരു ഗാർഡനിലേക്ക് ചെല്ലുകയാണെങ്കിൽ നമ്മളൊരു പർട്ടിക്കുലർ ട്രീ കണ്ടു, ആ ട്രീ നമുക്ക് എല്ലാം മറന്ന് ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ജിനുവിനെ പോലെ ആ ഒരു ഫ്ലവറിനെ നമുക്ക് അതിന്റെ അന്തസത്തയോട് കൂടി നിന്ന് ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? ദാറ്റ് ഈസ് വാട്ട് ഈസ് ലിവിങ് ഇൻ ദ പ്രസന്റ്. സോ നമ്മൾ എപ്പോഴാണ് പ്രസന്റിൽ ജീവിക്കുന്നത്? നമ്മുടെ പ്രസന്റിൽ ജീവിക്കുക എന്ന് പറയുന്നത് നമ്മൾ മറ്റ് മെമ്മറീസിനാൽ മലിനമാക്കപ്പെടാതെ ആ ഒരു പ്രസന്റ് മൊമെന്റിൽ കാണുന്ന ആ ഒരു കാര്യത്തെ ഫുള്ളായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ ഞാനില്ല, എന്റെ പാസ്റ്റ് എക്സ്പീരിയൻസസ് ഇല്ല, എന്റെ സറൗണ്ടിങ്സ് ഇല്ല, സൊസൈറ്റി ഇല്ല, ജസ്റ്റ് ലിവിങ് ദ പ്രസന്റ് മൊമെന്റ്. സോ ആർ വി ഏബിൾ ടു ഡു ദിസ് ഇൻ അവർ എവറിഡേ ലൈഫ്? അല്ലെങ്കിൽ നമുക്ക് ഇത് ആസ്വദിക്കാനായിട്ട് ഒരു പിക്നിക്കിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ പോകേണ്ടി വരുന്നുണ്ടോ? നമുക്ക് പിക്നിക്കിനോ മറ്റു കാര്യങ്ങൾക്കോ പോകേണ്ടി വരുമ്പോൾ മാത്രമേ നമ്മൾ ഇത് ഉള്ളൂ എങ്കിൽ നമ്മുടെ എവറിഡേ ലൈഫിൽ നമ്മൾ ഈ ഒരു മൈൻഡ്ഫുൾനെസ് നമ്മൾ ആസ്വദിക്കുന്നില്ല എന്നുള്ളതാണ്. അതിനാൽ നമുക്ക് തന്നെ നമ്മുടെ മൈൻഡിനെ പാകപ്പെടുത്താം. Let us try to enjoy the each moment of our life by avoiding the past memories to interrupt into our mind. അപ്പോൾ നമുക്കത് എങ്ങനെ ആസ്വദിക്കാനായിട്ട് സാധിക്കും? നമ്മൾ നമ്മുടെ ജോലിയുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ എവറിഡേ ലൈഫുമായിട്ട് ടോട്ടലി ഐഡന്റിഫൈഡ് ആവാതെ നമ്മുടെ സെൽഫിനെ മുക്തമായിട്ട് നിർത്തുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ ജോലി സാഹചര്യത്തിൽ പല കാര്യങ്ങളും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കാം, പല സ്ട്രെസ്ഫുൾ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കാം. ഇതെല്ലാം ജോലിയുടെ ഭാഗമാണ്. പക്ഷെ നമ്മൾ ആ ജോലി സ്ഥലത്ത് നിന്ന് വരുന്നതോടുകൂടി ആ മെമ്മറിയെ അവിടെ തന്നെ ലീവ് ചെയ്യാനായിട്ട് നമ്മുടെ മൈൻഡിന് നമ്മൾ ആ മൈൻഡിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെങ്കിൽ വി ആർ ഏബിൾ ടു ഫോർഗോ ദ പാസ്റ്റ് ആൻഡ് വി ആർ ഏബിൾ ടു ലീവ് ദ പ്രസന്റ് മൊമെന്റ്. അപ്പോൾ നമുക്ക് ഹാപ്പി ആയിട്ടുള്ള മനുഷ്യരായിട്ട് മാറാനായിട്ട് സാധിക്കും. So let us try to become the happy human beings. Who is able to enjoy the present moment of our life by closely watching our present moment and overcoming the past feelings or the past memories of our life, so that we will become the beautiful people or the beautiful people who can become a light to ourselves and who can also become a light to others.
നമ്മൾ ചില കുട്ടികളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം, കുട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മെമ്മറി ഫോം ചെയ്തു വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ എല്ലാ എക്സ്പീരിയൻസിനെയും, എല്ലാവർക്കും മുന്നിൽ കാണുന്ന എല്ലാ കാര്യങ്ങളെയും ഒരു ഫ്രഷ്നെസ് ഓഫ് ഇൻസിഡന്റോട് കൂടി അതിനെ കാണാനും അതിനെ കൂടുതലായിട്ട് ആസ്വദിക്കാനും ആ ഒരു ചൈൽഡ് ക്യൂരിയോസിറ്റി, ഇന്നസെൻസിൽ നിലനിൽക്കാനായിട്ട് സാധിക്കുന്നു. സോ ലെറ്റ് us also try to practice or forgo these memories through our daily reflections or daily analysis or daily meditation or daily reading and come into the innocence and freshness of our mind. Thank you, dear friends.